തിരുവനന്തപുരം പനവൂർ പഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ വ്യാപകമായ ക്രമക്കേട്. മിഷൻ ഡയറക്ടറുടെ ഉത്തരവിന് വിരുദ്ധമായി അംഗീകാരം ലഭിക്കാതെ നിർമ്മാണ പ്രവൃത്തികൾ ചെയ്തു. മാർക്കറ്റ് വിലയേക്കാൾ കൂടിയ നിരക്കിൽ സിമന്റ് വാങ്ങി. സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ക്രമക്കേടുകൾ പുറത്തുവന്നത്. MG പ്രതീഷ് വിവരങ്ങളുമായി ചേർന്നു. പ്രതീഷ്, മഞ്ഞുമലയുടെ അറ്റമായി അതിനെ കാണണോ? സംസ്ഥാന വ്യാപകമായ ഓഡിറ്റൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇതിലും വലിയ കണ്ടെത്തലുകളൊക്കെ എന്താണ് നമ്മൾ വാർത്തയാക്കാൻ ഇടവരുമോ പ്രതീഷ്? ഹാഷ്മി, തൊഴിലുറപ്പ് പദ്ധതിയിലെ ക്രമക്കേട് കൂടുതൽ പഞ്ചായത്തുകളിലേക്ക് വ്യാപിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരം വെള്ളറട പഞ്ചായത്തിലെ ക്രമക്കേടാണ് പുറത്തു വന്നതെങ്കിൽ ഇന്ന് സംസ്ഥാന ഓഡിറ്റ് റിപ്പോർട്ടിന്റെ കണക്ക് പ്രകാരം തിരുവനന്തപുരം നെടുമങ്ങാട് ബ്ലോക്കിൽ ഉൾപ്പെട്ട പനവൂർ പഞ്ചായത്തിലും വ്യാപക ക്രമക്കേട് നടന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. തൊഴിലുറപ്പ് മിഷന്റെ ഉത്തരവുകൾക്ക് വിരുദ്ധമായാണ് പല നിർമ്മാണ പ്രവർത്തികളും ചെയ്തത് എന്നതാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നിർമ്മാണ പ്രവർത്തികൾക്ക് വാങ്ങിയ സിമന്റുകൾ എല്ലാം തന്നെ മാർക്കറ്റ് വിലയേക്കാൾ ഉയർന്ന നിരക്കിലാണ് വാങ്ങിയത് എന്ന് ഈ ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. ചില വർക്കുകൾക്ക് 446 രൂപ നിരക്കിൽ സിമന്റ് വാങ്ങിയപ്പോൾ ചില വർക്കുകൾക്ക് അത് 576 രൂപയായി എന്നതാണ് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ കോവിഡ് കാലത്തൊഴികെ സിമന്റ് വില 500-ന് മുകളിൽ മാർക്കറ്റ് വില പോയിട്ടില്ല എന്നതാണ് ഓഡിറ്റ് വിഭാഗം നടത്തിയ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ വലിയ ക്രമക്കേടുകൾ ഈ സാധനങ്ങൾ വാങ്ങിയ ഈ കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിന് പുറമെ ഓരോ വർക്കുകളിലും പല നിരക്കിലാണ് സിമന്റ് വില രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ബില്ലുകളിൽ ഒന്നും തന്നെ ഈ ബ്രാൻഡ് നെയിമോ അല്ലെങ്കിൽ അളവോ പറഞ്ഞിട്ടില്ല. പദ്ധതിയിലാണ് ഈ അഴിമതി, അതിന് എവിടെയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ കൂടുതൽ അന്വേഷണത്തിൽ വ്യക്തമാവട്ടെ.